ജാതി കുറഞ്ഞവനെന്നും കറുത്തവനെന്നും പറഞ്ഞ് അവരെല്ലാരും അവനെ കൊന്ന് കൊല വിളിച്ച്, കുഴുത്തവനെന്നും പട്ടിയെന്നും നാറിയെന്നും വിദ്യാർത്ഥികളെ മുമ്പേട്ട് അവനെ എന്തിനു മാനസികമായി പീഡിപ്പിച്ച് കൊന്നവനെ. കണ്ണൂർ അഞ്ചരക്കണ്ടി കോളേജിൽ വിപിൻ എന്ന് പറയുന്ന BDS വിദ്യാർത്ഥി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷെ അവനെ കൊന്നുകളഞ്ഞതാണ്, പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞതാണെന്ന് അവന്റെ വീട്ടുകാർ പറയുന്നത്. അവൻ ആ കോളേജിൽ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ, ശരിക്കും കോളേജാണോ അതോ കൊട്ടേഷൻ സംഘമാണോ എന്ന് തോന്നിപ്പോ. ഇതൊരവസ്ഥ നമ്മുടെ നാട്ടിലല്ലേ. നല്ല പഠിക്കുന്ന നല്ല റാങ്കോട് കൂടി വിജയിച്ചു വന്നിട്ടുള്ള ഒരു ചെക്കനാണ്, അവനാണ് ഇവരില്ലാണ്ടാക്കിയത്. ഒറ്റ ക്ഷമിച്ച് നിങ്ങളെന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മള് മറ്റേ ഇതിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു, സെയിം ടു യു എന്ന് പറഞ്ഞു, മുഖത്തോക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണോ.